ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് നിയ, ഇതെൻ്റെ ചേച്ചി ദിയ. ഞങ്ങൾ എറണാകുളം ജില്ലയിൽ കടവന്ത്രയിൽ നിന്ന് വരുന്നു. ഞങ്ങൾ ആദ്യമായി ഉടമ്പടി എടുത്തത് ഓഗസ്റ്റ് 17, 2024 ഞാൻ ഉടമ്പടി എടുത്തത് ഞാൻ വിദേശത്ത് ഞാൻ ന്യൂസിലാൻഡിൽ ഉപരിപഠനത്തിനായി വിസയ്ക്ക് അപ്ലൈ ചെയ്തായിരുന്നു. പക്ഷേ എല്ലാം ഓക്കെ ആയിരുന്നു. ഒരു വിസയുടെ ഇൻ്റർവ്യൂവിൽ ഞാൻ ഫെയിലായി. ഒരു ഇമിഗ്രേഷൻ കോളിൽ അവർ സബ്ജക്റ്റ് ചോദിച്ചപ്പോൾ എനിക്ക് പറയാൻ പറ്റിയില്ല. അങ്ങനെ എൻ്റെ വിസ റിജക്റ്റായി. അങ്ങനെ അത് എന്നെ ഒരുപാട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ആദ്യത്തെ തോൽവിയായതിനാൽ അത് എന്നെ മാനസികമായി ഒരുപാട് തളർത്തി. അതുകൂടാതെ തന്നെ ഒരുപാട് സാമ്പത്തിക നഷ്ടവും എനിക്കുണ്ടായി. ജൂലൈയിൽ പോകാമെന്ന് കരുതി ഞാൻ എഡ്യൂക്കേഷൻ ലോൺ വഴിയാണ് ട്യൂഷൻ ഫീസ് അടച്ചത്. അതായത് 24 ലക്ഷം രൂപ വരും. അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് മാസം 26,000 രൂപ വെച്ച് വരുമായിരുന്നു. പക്ഷേ ജൂലൈയിൽ വിസ റിജക്റ്റ് ആയതുകൊണ്ട് പിന്നെ ഇൻടേക്ക് വരുന്നത് ഫെബ്രുവരിയിലാണ്. അത്രയും മാസത്തെ ഇൻട്രസ്റ്റ് അടയ്ക്കാനുള്ള സാമ്പത്തികം എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുപാട് മാനസികമായി തളർന്നിരിക്കുന്ന സമയത്താണ് എൻ്റെ അമ്മയുടെ അനിയത്തി പറയുന്നത് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ. അങ്ങനെ ഓഗസ്റ്റ് 17 ഞങ്ങൾ ആദ്യമായി ഉടമ്പടി എടുത്തു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വന്ന് ഉടമ്പടി എടുത്തു. ഞങ്ങൾ ഇതേപോലെ ഇൻട്രസ്റ്റ് അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ബാങ്ക് മാനേജറിനെ അറിയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ഉള്ള ലോൺ ക്ലോസ് ചെയ്തിട്ട് പുതിയൊരു ലോൺ ആരംഭിക്കാനായിട്ട്. അങ്ങനെ ഇപ്പോൾ ഉള്ള ലോൺ ക്ലോസ് ചെയ്യാനായിട്ട് ട്യൂഷൻ ഫീ നമുക്ക് തിരിച്ച് എൻ്റെ അക്കൗണ്ടിലേക്ക് വരണം. അപ്പോൾ അതിന് ഒരു സമയം പറഞ്ഞിരുന്നത് 30 ദിവസമാണ്. എന്നാൽ ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ആ ട്യൂഷൻ ഫീസ് ക്രെഡിറ്റായി വന്നു. പിന്നീടുള്ളത് ഇത്തിരി പ്രയാസങ്ങളും പ്രലോഭനങ്ങളും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. കാരണം പിന്നീട് ബാങ്ക് മാനേജർ മാറിപ്പോയി. പിന്നീട് വന്ന ബാങ്ക് മാനേജർ ഇത്തിരി ടഫ് പേഴ്സൺ ആയിരുന്നു. ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് നമ്മൾ വന്നാൽ നാളെ ചെയ്യാം, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നീട് ബാങ്കിൽ പോയപ്പോൾ മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ മുറുകെ പിടിച്ചിട്ടും പിന്നെ ഉപ്പ് ബാങ്കിൽ വിതറി. പിന്നെയുള്ള ദിവസം ഞാൻ പോയപ്പോൾ ബാങ്ക് മാനേജർ ഇത്തിരി സോഫ്റ്റ് ആവുകയും എൻ്റെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ഒരിത്തിരി സോഫ്റ്റായ പോലെ എനിക്ക് തോന്നിയിരുന്നു. അതുകൂടാതെ പിന്നെ ഉണ്ടായിരുന്ന ഒരു പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ അതുവരെ എഡ്യൂക്കേഷൻ ലോണിൽ പ്രോസസ്സിംഗ് ഫീ ഉണ്ടായിരുന്നില്ല. ഇനി തൊട്ട് അത് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതായത് 11,000 രൂപ പ്രോസസ്സിംഗ് ചാർജ് തന്നെ വരും. കൂടാതെ ന്യൂസിലാൻഡിലെ വിസ ഫീസ് ഇരട്ടിയായി വർദ്ധിച്ചു. 22,000 ഉണ്ടായിരുന്ന സ്ഥാനത്ത് 44,000 വർദ്ധിച്ചു. ഈ ഒരു വിഷമങ്ങളും ടെൻഷനുകളും മനസ്സിലുണ്ടായിരുന്നെങ്കിലും ഡെയിലിയുള്ള ബൈബിൾ വായനയും ആഴ്ചയിൽ ഒരിക്കലുള്ള അച്ഛൻ്റെ ധ്യാനവും എനിക്ക് ഒരുപാട് ആശ്വാസം നൽകിയിരുന്നു. എല്ലാം ഞാൻ മാതാവിന് വിട്ടുകൊടുത്തു. മാതാവിൻ്റെ ഹിതം എന്താ അതേപോലെ നിറവേറട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഒക്ടോബറിൽ പുതിയ ലോൺ സ്റ്റാർട്ട് ചെയ്തു. നവംബർ 2 ഞാൻ വീണ്ടും വിസയ്ക്ക് അപ്ലൈ ചെയ്തു. സാധാരണ വിസ പ്രോസസ്സിംഗ് ടൈം 30 ദിവസമാണ്. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, 1.5 ആഴ്ച കൊണ്ട് എനിക്ക് AIP കിട്ടി. AIP എന്ന് പറഞ്ഞാൽ 90% ഓക്കെയാണ്. ട്യൂഷൻ ഫീസും കൂടെ അടച്ചാൽ വിസ നമ്മുടെ കയ്യിൽ കിട്ടും. അങ്ങനെ ആ AIP കിട്ടിയ ദിവസം എൻ്റെ ഉടമ്പടിയുടെ 90-ാം ദിവസമായിരുന്നു. ഈ AIP കിട്ടിയെന്നറിഞ്ഞ് ഉടനെ ഏജൻസി എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഇറ്റ്സ് എ മിറാക്കിൾ ഫ്രോം എ ഗോഡ്. കാരണം 60% റിജക്ഷൻ നടക്കുന്ന ഒരു സമയമായിരുന്നു അത്. ആ സമയത്ത് ഒരു ഇൻ്റർവ്യൂ പോലും ഇല്ലാതെ വിസ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ചാൻസും ഇല്ലാത്ത കാര്യം. കാരണം കഴിഞ്ഞ തവണ വിസ എനിക്ക് റിജക്റ്റ് ആവാൻ കാരണം ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഇപ്രാവശ്യം ഇൻ്റർവ്യൂ ഇല്ലാതെ തന്നെ എനിക്ക് വിസ ലഭിച്ചു. അതുകൂടാതെ ഇതിൻ്റെ ഇടയിലും കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. എന്നാലും എങ്ങനെയൊക്കെയാണെന്ന് അറിയത്തില്ല, മാതാവ് ആ സമയത്ത് പൈസ എവിടെ നിന്നെങ്കിലുമൊക്കെ ഒപ്പിച്ച് തന്ന് എന്നെ ആശ്വസിപ്പിക്കുമായിരുന്നു. കാരണം ഈ ഒരാഴ്ച ഞാൻ എന്ത് ദുഃഖത്തിലാണോ ഇരിക്കുക, അടുത്ത ആഴ്ച ആ കാര്യം സോൾവ് ആയിട്ടുണ്ടാവും. എങ്ങനെയാണെന്നറിയില്ല. ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം. പിന്നീട് ഞാൻ വെച്ച നിയോഗം എല്ലാം എൻ്റെ ചേച്ചീനെ സംബന്ധിക്കുന്ന കാര്യങ്ങളായിരുന്നു. ആ നിയോഗങ്ങളെപ്പറ്റി ചേച്ചി പറയും. ഈശോയ്ക്കും മാതാവിനും എൻ്റെ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ദിയ. ഞാൻ കടവന്ത്രയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MCOM ഫുൾ പാസ്സാവണമെന്നായിരുന്നു.
ഞാൻ 2019 അഡ്മിഷൻ സ്റ്റുഡൻ്റാണ്. എൻ്റെ കോഴ്സ് കഴിഞ്ഞത് 2021. ഞാൻ എക്സാം എഴുതിയിട്ട് 2-3 സബ്ജക്ട്സിലൊക്കെ ഫെയിലായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ എക്സാം എഴുതിയത് ഫെയിലായ സബ്ജക്ട്സൊക്കെ ഞാൻ റീവാലുവേഷന് കൊടുത്തായിരുന്നു. റീവാലുവേഷന് കൊടുത്തിട്ട് എനിക്കൊരു നോ ചേഞ്ച് എന്ന് പറഞ്ഞാണ് കാണിച്ചിരുന്നത്. മാർക്കൊന്നും കൂടി കിട്ടിയിട്ടുണ്ടായില്ല. ഉടമ്പടിക്ക് ശേഷം എനിക്ക് 2 സബ്ജക്ട്സ് ഞാൻ നോക്കിയപ്പോൾ പാസ്സായ റിസൾട്ടാണ് കാണിച്ചത്. അത് നവംബർ 26 ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഒരു സബ്ജക്റ്റ് OB എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. ആ സബ്ജക്റ്റ് എനിക്ക് 30 മാർക്കായിരുന്നു. അത് 4th ചാൻസിലാണ് ഞാൻ ആ എക്സാം എഴുതിയത്. 4th ചാൻസ് എഴുതിയതിൽ എനിക്ക് ആ ഒരു സബ്ജക്റ്റ് 30 മാർക്കായിരുന്നു ഉണ്ടായിരുന്നത്. പാസ് മാർക്ക് നമുക്ക് 60 മാർക്കാണ് വേണ്ടത്. പക്ഷേ എനിക്ക് മാതാവ് എനിക്ക് റീവാലുവേഷനിൽ 75 മാർക്ക് നൽകി എന്നെ അനുഗ്രഹിച്ചു. അതോടൊപ്പം തന്നെ ആ ഒരാഴ്ചയിൽ തന്നെ നവംബർ 29 എൻ്റെ സെക്കൻഡ് സെമസ്റ്റർ ഒരു സബ്ജക്റ്റും കൂടി ഉണ്ടായിരുന്നു, QT എന്ന് പറഞ്ഞിട്ട്. ആ സബ്ജക്റ്റ് എനിക്ക് വളരെ എഴുതിയപ്പോൾ നല്ല ടഫായിരുന്നു. എനിക്ക് ആ സമയത്ത് എഴുതിയപ്പോൾ നല്ല എന്താ പറയുക, എഴുതിയപ്പോൾ ഇത്തിരി എനിക്കറിയില്ല, പഠിച്ചിട്ടായിരുന്നു പോയത്. പക്ഷേ എനിക്ക് ആ സമയത്ത് എങ്ങനെ കിട്ടിയില്ല എങ്ങനെ എഴുതണമെന്ന്. അപ്പോൾ ആ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അത്ഭുതകരമായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ഫെയിലാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നപ്പോൾ ഞാൻ ആ സമയത്ത് മാതാവ് തന്നെ ഇടപെട്ടിട്ട് ആ ഒരു മാർക്ക് എനിക്ക് B+ മാർക്ക് എനിക്ക് തന്നു മാതാവ്. അങ്ങനെ ഈ വർഷം 2024 തന്നെ ഞാൻ MCOM ഫുൾ പാസ്സായി. അതേപോലെ തന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വിവാഹമായിരുന്നു. എനിക്ക് കുറേ ആലോചനകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് 15ാമത്തെ ആലോചനയായിരുന്നു ഇത്. ഉടമ്പടി എടുത്ത 2 ആഴ്ചയായപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു വിവാഹാലോചന എനിക്ക് കിട്ടി. സെപ്റ്റംബർ 1 ആയിരുന്നു എന്നെ പെണ്ണ് കാണാൻ വന്നത്. സെപ്റ്റംബർ 8 അതായത് മാതാവിൻ്റെ ജനന തീയതിയുടെ അന്ന് തന്നെ എൻ്റെ വിവാഹം ഉറപ്പിച്ചു. പിന്നീട് ഞങ്ങൾക്ക് കുറച്ച് സാമ്പത്തികമായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എൻ്റെ പപ്പയ്ക്കാണെങ്കിൽ ഹോട്ടൽ ബിസിനസ്സാണ്, അധികം വരുമാനമൊന്നും ഉണ്ടായില്ല ആ സമയത്ത്. അങ്ങനെ ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരമെങ്കിലും കണ്ടെത്തി തരണമേ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ കല്യാണത്തിന് അടുക്കണ ആ സമയമായപ്പോൾ തന്നെ മാതാവ് ഞങ്ങൾക്ക് പണം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിൽ ഞാനും അനിയത്തിയും കൂടെ ഒരുമിച്ച് പോയി ഞങ്ങൾ വീട്ടിൽ തന്നെ ചോറ് പൊതിഞ്ഞ് ആശുപത്രിയിൽ കൊണ്ടുപോയി എല്ലാവർക്കും വിതരണം ചെയ്യുമായിരുന്നു. അതോടൊപ്പം തന്നെ എന്നെക്കൊണ്ടാവുന്ന സഹായങ്ങൾ, അതായത് ചികിത്സയിലായിരിക്കുന്നവർക്കെല്ലാവർക്കും ഞാൻ പൈസ സഹായമായിട്ട് കൊടുക്കാറുണ്ടായിരുന്നു. ഞാൻ പോകുന്നത് എൻ്റെ വിസ എല്ലാം ഓക്കെ. ഞാൻ ജനുവരി 4 ന്യൂസിലാൻഡിലേക്ക് പോകും. പിന്നെ ഈ കാരുണ്യ പ്രവർത്തികൾ പറയുമ്പോൾ ഞാനും ചേച്ചിയും കൂടെ ഒന്നിച്ചാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒന്നിച്ച് രോഗികളെ സന്ദർശിക്കുകയും പൊതിച്ചോറ് വിതരണം ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം പത്രം ഞാൻ വിതരണം ചെയ്യുന്ന സമയത്ത് ഒരു ചേട്ടൻ, ഒരു 50 വയസ്സ് കാണും, ആ ചേട്ടൻ എന്നോട് ചോദിച്ചു, ഈ പത്രം വിട്ടിട്ടും കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ട് എന്ത് കിട്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് കിട്ടിയെന്നോ, ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി. കാരണം അപ്പോൾ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം ഞാൻ പറഞ്ഞത് കഴിഞ്ഞിട്ട് ആ ചേട്ടൻ എന്നോട് ചോദിച്ചു, എനിക്കും ഈ പ്രായത്തിലൊരു മോളുണ്ട്, ആ മോൾ ഇങ്ങനെയൊന്നും മാതാവിനെ പറ്റിയും ദൈവത്തെ പറ്റിയും സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല, എനിക്ക് ഇന്നത്തെ യൂത്തിനെ ഓർത്ത് അഭിമാനം തോന്നുന്നു. പിന്നെ ഒരു ആശുപത്രിയിൽ സന്ദർശിച്ചപ്പോൾ ഒരു 26 വയസ്സുള്ള
ഒരു ചേട്ടൻ, ആ ചേട്ടൻ ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുക. അപ്പോൾ ഞങ്ങളിങ്ങനെ ഉപ്പും ഒക്കെ ആയിട്ട് വന്നപ്പോൾ ആ ചേട്ടൻ ചോദിച്ച്, എൻ്റെ അമ്മ കൃപാസനത്തിൽ പോകാറുണ്ട്, ആ കൃപാസനത്തിൽ പോയതിൻ്റെയാണ് ഈ കാണുന്നത്. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല പറയേണ്ടത്, ആ കൃപാസനത്തിൽ പോയത് കൊണ്ട് ഇത്രയേ സംഭവിച്ചുള്ളൂ. അങ്ങനെ ആദ്യം പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ആ ചേട്ടൻ ഇങ്ങോട്ട് ചോദിച്ചു, കൃപാസനത്തിൽ ഉപ്പുണ്ടോ, തരുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഉപ്പ് കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞു കഴിയുമെങ്കിൽ അടുത്ത പ്രാവശ്യം അമ്മയുടെ കൂടെ കൃപാസനത്തിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ആളുടെ മനസ്സ് മാറിയ പോലെ തന്നെ അടുത്ത തവണ ഞാൻ അമ്മയുടെ കൂടെ എന്തായാലും കൃപാസനത്തിൽ പോകും, നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് എനിക്ക് അവിടെ എന്തോ ഒരു ശക്തി ഉള്ളത് പോലെ തോന്നുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് പിന്നെ ഡെയിലി ഉള്ള ബൈബിൾ വായന, അത് എനിക്ക് വിസ റിജക്റ്റ് ആയതിനു ശേഷം ഒരുപാട് മനസ്സിന് ഭയങ്കര തളർന്നിരിക്കും. ഞാൻ എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കും. ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ വരുമായിരുന്നു. അപ്പോൾ ഞാൻ യൂട്യൂബിൽ മോട്ടിവേഷൻ വീഡിയോ പോലെ കാണുമായിരുന്നു. എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം ബൈബിൾ വായനയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. പല തവണയും കരഞ്ഞുകൊണ്ടാണ് ബൈബിൾ തുറക്കുന്നത്. എന്നാൽ ബൈബിൾ വായിച്ച് തീർന്നു കഴിയുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കുന്ന എന്തെങ്കിലും വചനം എനിക്ക് കിട്ടും. ഞാൻ എൻ്റെ എല്ലാ സങ്കടങ്ങളും ഞാൻ അപ്പോൾ തന്നെ മറക്കും. പിന്നെ ഞങ്ങൾ കഴിയുന്ന പോലെയൊക്കെ എല്ലാ ഞായറാഴ്ചയും കുർബാന കൂടുകയും പിന്നെ കുടുംബ പ്രാർത്ഥന മുടക്കാറില്ല. എല്ലാ കുടുംബ പ്രാർത്ഥനയൊക്കെ ഞങ്ങൾക്ക് ആത്മീയമായിട്ട് ഒരുപാട് വളർന്നു. കാരണം ജീവിതത്തിലൊരു ക്രമം വന്ന പോലെ, ഒരു ടൈം ടേബിൾ വന്ന പോലെ. കാരണം രാവിലെ എണീറ്റിട്ട് അവർ ഡെയിലി ബ്രെഡ് അത് ഞാൻ മുടങ്ങാതെ കാണാറുണ്ട്. അത് കണ്ടിട്ടാണ് ഞാൻ എൻ്റെ ദിവസം ആരംഭിക്കുന്നത്. അത് കണ്ടുകൊണ്ടിരുന്ന 2ാം ആഴ്ചയാണ് എനിക്ക് AIP വരുന്നത്. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. പുറപ്പാടിൻ്റെ പുസ്തകം 15-ാം അധ്യായം 24-ാം തിരുവചനം അരുളി ചെയ്യുന്നു, ജനം മോശയ്ക്കെതിരെ പിറുപിറുത്തു, ഞങ്ങൾ എന്തു കുടിക്കും? അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവന് ഒരു തടിക്കഷ്ണം കാണിച്ചു കൊടുത്തു. അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരിച്ചു. ജീവിതത്തിൽ നിയാഹിലാരിനും ഡിയാഹിലാരിനും തങ്ങൾക്ക് അനുഭവപ്പെട്ട കയ്പേറിയ ജീവിത അനുഭവങ്ങൾ, ഒരാൾക്ക് വിസ റിജക്റ്റ് ആകുന്നു, ഇൻ്റർവ്യൂവിന് തനിക്ക് വേണ്ടതുപോലെ പറയാൻ സാധിച്ചില്ല, തൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ തോൽവി തന്നെ ആകെ ഒരു ഡിപ്രഷൻ മൂഡിലേക്ക് പോലും നയിച്ച കാര്യങ്ങൾ. മറ്റൊരാൾക്ക് 3 വർഷമായിട്ട് തൻ്റെ PG അത് പാസ്സാകുന്നില്ല, പല സബ്ജക്റ്റുകൾ. അതുപോലെ തൻ്റെ വിവാഹവും. ഇങ്ങനെ ഈ അവസരത്തിലാണ് കൃപാസനത്തിൽ ഉടമ്പടി അവരുടെ ജീവിതത്തെ മധുരീകരിക്കുന്നത്. മാറയിലെ വെള്ളം അത് കയ്പായിരുന്നു. അത് പിന്നീട് ഇസ്രായേൽ ജനം പിറുപിറുക്കുന്ന ആ ഒരു വിവരണമെല്ലാം നമുക്ക് പുറപ്പാടിൻ്റെ പുസ്തകം 32 പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതിനുശേഷമാണ് എങ്ങനെയാണ് മോശയ്ക്ക് ദൈവം മോശയോട് എന്താണ് പറയുന്നതെന്നും ആ തടിക്കഷ്ണം എടുത്ത് വെള്ളത്തിലിടുമ്പോൾ പിന്നീട് അവിടെ അതെങ്ങനെ കുടിക്കാനുള്ള ശുദ്ധജലമായി മാറുന്നു, ഇതൊക്കെയാണ് നാം കേട്ടത്. ജീവിതത്തിലെ അനുഭവങ്ങൾ അത് തങ്ങളെ പല രീതിയിൽ ബാധിക്കുമ്പോൾ ഈ യുവതികൾ അവർ ചെയ്തത് ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് ആ ഉടമ്പടിയിൽ ഏറ്റവും വിശ്വസ്തരായിട്ട് ജീവിക്കുന്നു. പിന്നീട് തങ്ങളുടെ ജീവിത അനുഭവങ്ങൾ അവർക്ക് തന്നെ സാക്ഷ്യങ്ങളായി, അതായത് തങ്ങളുടെ സാക്ഷ്യങ്ങൾ വളരെ ദൈവസ്നേഹത്തോടെ ചങ്കൂറ്റത്തോടെ എന്ന് തന്നെ പറയാം മറ്റുള്ളവരുടെ മുൻപിൽ പങ്കുവയ്ക്കുമ്പോൾ ജോയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 28 മുതലുള്ള തിരുവചനങ്ങളിൽ ഇപ്രകാരം അരുളി ചെയ്യുന്നുണ്ട്, അന്ന് എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. എനിക്കും ഒരു മകളുണ്ട്, അവൾ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അവൾക്ക് മാതാവിനോട് ഒരു സ്നേഹമൊന്നും തോന്നിയിട്ടില്ല, എന്നാൽ നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് എനിക്ക് തന്നെ മാതാവിനോട് ഇഷ്ടം തോന്നുന്നു, എനിക്ക് അവിടെ വരണം. ഇതൊക്കെ ഈ മക്കൾ തന്നെ ഇവിടെ പങ്കുവെച്ച കാര്യമാണ്. അതായത് ഇന്ന് കൃപാസനത്തിലൂടെ എത്രയോ യുവതി യുവാക്കൾ
ഇത് ഈ മകൾക്ക് വിസ പിന്നെ ക്ലിയർ ആകുന്നതും ആ മകളെ പോകുവാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി, അതെല്ലാം നാം കേട്ടു. ഇതിങ്ങനെ കുട്ടികളെ അല്ലെങ്കിൽ യുവതീ-യുവാക്കളെ വിദേശത്തേക്ക് അയക്കുന്നതിന് വേണ്ടിയിട്ട് നാം ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇവിടെയില്ല. എന്നാൽ തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾക്ക്, തങ്ങളുടെ കുടുംബത്തിന് ഇതൊക്കെ ഒരു അനുഗ്രഹമാകും എന്ന രീതിയിൽ ഈ മക്കൾ തന്നെ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് അവർ ഉടമ്പടി ജീവിതം വളരെ വിശ്വസ്തയോടെ നടത്തുമ്പോഴാണ് അവർക്ക് അവരുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറുക, കയ്പായ അനുഭവങ്ങൾ മധുരീകരിക്കുന്ന രീതിയിൽ മാറുന്നത്. അങ്ങനെ ഇന്ന് ഈ മക്കളിലൂടെ എത്രയോ പേരാണ് അതുപോലെ ഇവരെ പോലെ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് സാക്ഷ്യം പറയുമ്പോൾ ഇതുപോലെ പറയുന്നത്, തങ്ങൾ മാറി തങ്ങളുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനമൊക്കെ വഴിയായിട്ട് മറ്റുള്ളവർക്ക് ഒരു സാക്ഷ്യമാകുവാനായിട്ട് തങ്ങൾക്ക് സാധിച്ചു. ഇതുതന്നെയല്ലേ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടത്? ഇന്ന് മാതാപിതാക്കൾ മക്കളെ ഓർത്ത് വേദനിക്കുന്ന സാഹചര്യത്തിൽ ഓരോ കുടുംബത്തിലും മക്കളൊക്കെ ഇങ്ങനെ ഈശോയിലേക്ക് അടുക്കുന്ന ഏറ്റവും ദൈവാനുഭവം നിറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായും അതൊക്കെ കൃപാസനത്തിലെ ഉടമ്പടിയുടെ ഉടനടി അനുഭവങ്ങൾ തന്നെയാണ്. ഇന്ന് ഈ ചേച്ചിയും അനുജത്തിയും ഏറ്റവും സന്തോഷത്തോടെ തങ്ങളുടെ ജീവിതാനുഭവങ്ങൾ, തങ്ങൾ സാക്ഷികളായി മാറിയ അനുഭവങ്ങൾ അൾത്താരയിൽ പങ്കുവയ്ക്കുമ്പോൾ നിയമാവർത്തനം 32 അവിടുന്ന് അവനെ മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ കണ്ടെത്തി അവനെ വാരി പുണർന്ന് താല്പര്യപൂർവ്വം പരിചരിച്ച് തൻ്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു. ഈശോ യുവാവായ ഈശോ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ച് എങ്ങനെയാണ് അവർ സഭയ്ക്കും രാജ്യത്തിനും സമൂഹത്തിനും കുടുംബത്തിനും പ്രയോജനമുള്ള മക്കളായി വളരുന്നത് എന്നുള്ളതിൻ്റെ സാക്ഷ്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുക. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.